സ്വർണ്ണവില സർവകാല റെക്കോർഡുകൾ ഭേദിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ വില കുറയാനുള്ള പ്രധാന സാധ്യതകൾ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നിലവിൽ സ്വർണ്ണവില ഉയരാൻ പ്രധാന കാരണം പശ്ചിമേഷ്യൻ അനിശ്ചിതാവസ്ഥയാണ്. ഒമാനിൽ നടക്കുന്ന അടുത്ത ഘട്ട ചർച്ചകളിൽ ഇറാൻ തങ്ങളുടെ ആണവ നിലപാടുകളിൽ അയവ് വരുത്തുകയും അമേരിക്ക ഉപരോധങ്ങൾ നീക്കാൻ സമ്മതിക്കുകയും ചെയ്താൽ സ്വർണ്ണവിലയിൽ പെട്ടെന്ന് ഇടിവുണ്ടായേക്കാം. മാത്രമല്ല, അമേരിക്കൻ ഫെഡറൽ റിസർവ് മാർച്ചിൽ പലിശ നിരക്ക് കുറയ്ക്കില്ല എന്ന സൂചന നൽകുകയോ പണപ്പെരുപ്പ് നിയന്ത്രിക്കാൻ വേണ്ടി നിരക്കുയർത്തുകയോ ചെയ്താൽ ഡോളർ കരുത്താർജിക്കും. ഡോളർ ശക്തമാകുമ്പോൾ സ്വാഭാവികമായും അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില താഴേക്ക് വരും. കൂടാതെ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം 88-89 നിലവാരത്തിലേക്ക് ഉയരുകയാണെങ്കിൽ ഇന്ത്യയിലേക്കുള്ള സ്വർണ്ണ ഇറക്കുമതി ചെലവ് കുറയും. ഇത് കേരളത്തിലെ സ്വർണ്ണ വിപണിയിൽ വില കുറയാൻ കാരണമാകും. മറ്റൊരു സാധ്യത സ്വർണ്ണവില റെക്കോർഡ് നിലവാരമായ $5000 കടന്നതിനാൽ വലിയ നിക്ഷേപകർ തങ്ങളുടെ സ്വർണം വിറ്റഴിച്ച് ലാഭമെടുക്കാൻ സാധ്യതയുണ്ട്. അതിനെ തുടർന്ന് വിപണിയിൽ സ്വർണത്തിന്റെ വിൽപ്പന കൂടുമ്പോൾ വില താൽക്കാലികമായി താഴേക്ക് വരാം. പശ്ചിമേഷ്യയ്ക്ക് പുറമെ ആഗോളതലത്തിൽ നിലനിൽക്കുന്ന മറ്റ് യുദ്ധസമാന സാഹചര്യങ്ങളിൽ അയവുണ്ടായാൽ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിനുള്ള ആകർഷണം കുറയും. അതിനെ തുടർന്നും സ്വർണ്ണവില കുറയാൻ സാധ്യതയുണ്ട്. ബിസിനസ് ഡെസ്ക്, ഗോൾഡ് മാക്സ്.